ഹായ് ഗേസ്, എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു സ്കൂട്ടി വാങ്ങണം. അങ്ങനെ സ്കൂട്ടി വാങ്ങാൻ വേണ്ടി അവിടെ ഓഫീസിൽ പോയിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. തമിഴ്നാട് രജിസ്ട്രേഷനിലാണ് എൻ്റെ വണ്ടി. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നത്. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെല്ലാം ഇൻഷുറൻസ് അങ്ങനെ എല്ലാം നമ്മൾ എൻ്റെ സ്വന്തം പേരിൽ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ് എനിക്കൊരു വണ്ടി വാങ്ങണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഞാനിങ്ങനെ സൈൻ ഇടുമ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് അടുത്തത് നമ്മളാണെങ്കിൽ പോകുന്നത് ശരി വണ്ടി അവർ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി നമ്മുടെ കയ്യിലോട്ട് ഇനി തരാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് പേപ്പർ എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഇൻഷുറൻസ് പേപ്പർ കവറിലാക്കിക്കൊണ്ട് അവിടെ വീണ്ടും പോയി സെറ്റിലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് കിട്ടി. ഹെൽമെറ്റ് അതൊരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്, TVSൻ്റെ തന്നെ. അങ്ങനെ അടുത്തത് എനിക്ക് എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പയ്യൻ നിന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് വണ്ടിയുടെ അടുത്ത് നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അടുത്ത് എൻ്റെ വണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കിത് വാങ്ങിത്തന്നത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്കിത് വാങ്ങാൻ പറ്റിയത്. അങ്ങനെ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം പുതിയ വണ്ടിയിലോട്ട് കയറുകയാണ്. എനിക്കൊരു പേടിയുണ്ട്, കാരണം ഫ്രണ്ടിലാണെങ്കിൽ റോഡാണ്. കാരണം ഓടിച്ചിറങ്ങുന്നത് റോഡിലോട്ട് തന്നെയാണ്. പിന്നെ ആ ഒരു പേടി എൻ്റെ മുഖത്ത് കാണാനുണ്ട്. എൻഡോർക്കിലോട്ട് കയറുന്നത് കൊണ്ടുള്ള ഇച്ചിരി വെയിറ്റൊക്കെ ഉള്ളത് കൊണ്ടേ. അങ്ങനെ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് റോഡിലോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ആ ഒരു സന്തോഷം, ആ ഒരു മൂവ്മെൻറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിനോടാണ് എനിക്കതിന് എത്ര പറഞ്ഞാലും തീരാത്തൊരു താങ്ക്സ്. അങ്ങനെ വണ്ടി ഞാൻ മൂവ് ചെയ്തപ്പോഴത്തേനും പുറകിൽ നമ്മൾ സെക്യൂരിറ്റി വന്നിട്ട് നമ്മൾ സൈൻ ഇട്ടില്ല. സൈൻ ഇടണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ്. പിന്നെ റോഡിലോട്ട് ഞാൻ ഇറങ്ങിക്കൊണ്ട് പോകുന്നു. പിന്നെ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത അങ്ങനെ ഞാൻ സ്കൂട്ടി ഓടിച്ചിറക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ശരി അങ്ങനെ പോയി പൂജ ചെയ്യാൻ പോയി നിന്ന് പിന്നെ പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു.